ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കൃഷി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന നമ്മുടെ രാമച്ചത്തിനെ കുറിച്ചിട്ടാണ്. ഇതൊരു പുൽവർഗ്ഗത്തിൽപ്പെട്ട ഒരു ഔഷധ സസ്യമാണ് ഈ രാമച്ചം. അതിൻ്റെ ഇംഗ്ലീഷ് നെയിം എന്ന് പറയുന്നത് വെറ്റിവേർ എന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഇൻഫർമേഷൻസ്, അതായത് ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു വീട്ടിൽ ഹസ്ബൻഡിൻ്റെ അമ്മ നട്ടുപിടിപ്പിക്കുന്നു, എൻ്റെ അമ്മ പിടിപ്പിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിങ്ങനെ ഒരു പുല്ലാണെന്നും ഇതിൻ്റെ അടിഭാഗമാണ് നമ്മൾ ഈ ഒരു വേര് ഉപയോഗിക്കുകയെന്നും വെള്ളത്തിൽ നമ്മൾ ചേർത്ത് തിളപ്പിച്ച് കുടിച്ചാൽ വളരെയധികം നല്ലൊരു സംഭവമാണ്. അപ്പോൾ ഇത് ശരിക്കും നട്ടിട്ടുള്ളത് ആദ്യം ഒരു വലിയ സിമെൻറ്റും ചാക്കിൻ്റെ അകത്തായിരുന്നു. പക്ഷേ ഒരു തവണ മാന്തി കഴിഞ്ഞപ്പോൾ അതിൻ്റെ വേര് വീണ്ടും വന്നിട്ട് സ്പ്രെഡായി ശരിക്കും കാട് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒന്നല്ല കേട്ടോ വിളവെടുക്കേണ്ടത്. ഇതിപ്പോൾ കണ്ടല്ലേ ഇങ്ങനെ ഇതുപോലെ വേരുകൾ വന്ന് വീണ്ടും അങ്ങനെ സ്പ്രെഡായിട്ട് വന്നതാണ്. ഈ ഒരു സമയമല്ല, ശരിക്കും പച്ച ഇല, ശരിക്കും ബ്രൗൺ ഇല ആവണം. ആ ഒരു സമയത്താണ് ശരിക്കും ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു വിളവെടുപ്പ്. ഏകദേശം ഒരു 18 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ നട്ട് കഴിഞ്ഞാൽ പിന്നെ അത് എടുത്ത് മാറ്റേണ്ടത്. അപ്പോഴേ നമുക്ക് ഒരുപാട് വേരുകൾ കിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും ഇത് ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാൻ കൂടി വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ മണ്ണിലാണ് നട്ടുവെച്ചാൽ അത് കൈക്കോട്ട് വെച്ചിട്ട് കൊത്തി എടുത്താലേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ അത്രയും വേരിന് അതിന് നല്ല ശക്തിയായിട്ട് ഉള്ളതിനെ കൊണ്ട് നമ്മൾ കൈക്കോട്ട് വെച്ചിട്ട് എടുക്കാനേ നമുക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ വേരൊക്കെ ഇതായി പോകും നമ്മൾ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതങ്ങനെയാണ് ഇത് എടുക്കുന്ന രീതികളൊക്കെ. അപ്പോൾ കുറച്ചും കൂടി നല്ലത് കുറച്ച് വലിയ ഈ സിമെൻറ്റും ചാക്കോ അല്ലെങ്കിൽ വലിയ ഗ്രോ ബാഗോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ അരി ഒഴിവാക്കിയ ചാക്ക് ഉണ്ടാവില്ല, അതിലൊക്കെ കുറച്ചും കൂടിയും പിടിപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കതിനെ തിരിച്ചിട്ടിട്ട് പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അടി ഈ ഭാഗമാണ്, അത് നന്നായിട്ട് കഴുകി മണ്ണ് ക്ലീൻ ചെയ്ത് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി നമുക്ക് വർഷം ഫുള്ള് ഉപയോഗിക്കാൻ പറ്റും. ഒരു ഇത്തിരി മതി വെള്ളത്തിൽ. ശരിക്കും നമ്മൾ മലയാളീസ് അധികം നമ്മൾ വലിയ സൂപ്പർ മാർക്കറ്റ് പോയിട്ടൊക്കെയാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കുക, പാക്കറ്റിലുള്ള സാധനങ്ങൾ. എത്രമാത്രം അത് ദോഷമാണ് നമുക്ക് തന്നെ അറിയാം, പക്ഷെ നമ്മൾ അതിങ്ങനെ ഫോളോ ചെയ്യുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കുറച്ചും കൂടി ഇനിയുള്ളൊരു ജനറേഷന് നമ്മൾ പറഞ്ഞു കൊടുക്കണം തന്നെ പറയുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയില്ല, പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ഇതൊരു പുല്ലാണ്, ഇങ്ങനെ ഇതിൻ്റെ അടിഭാഗമാണ് നമ്മൾ യൂസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ആരോഗ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ഇത് വളരെയധികം നല്ലൊരു സംഭവമാണ്. നമുക്ക് വീട്ടിൽ സ്വന്തമായിട്ടാണ് ചെറിയൊരു കഷ്ണം മുരട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത്ര സ്ഥലമൊന്നും നമുക്ക് വേണ്ട. ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്നവർക്ക് ശരിക്കും നല്ലൊരു തന്നെയാണ്. പിന്നെ മണ്ണ് പ്രത്യേകിച്ച് വളങ്ങളൊന്നും നമുക്കിത് കൊടുക്കണം. സാധാരണ ഗാർഡൻ സോയിൽ അല്ലെങ്കിൽ മണലോ മാത്രം മതി. പിന്നെ ഈ മണ്ണൊലിപ്പിനൊക്കെ നല്ലതാണ് കേട്ടോ. ഇത് മണ്ണൊലിപ്പ് തടഞ്ഞു നിർത്താൻ വളരെയധികം നല്ലൊരു സംഭവമാണ് ഈ ഒരു രാമച്ചം എന്ന് പറയുന്നത്. ഭക്ഷണം പോലെ തന്നെയാണ് നമുക്ക് വെള്ളം അല്ലേ. ഈ വെള്ളത്തിൽ ദിവസം നമ്മൾ ഇതിട്ട് കുടിച്ചാലുള്ള ഒരു ഊർജ്ജം, ഒരു ഉണർവും അത് വേറെ തന്നെയാണ്. ഞാനിപ്പോൾ ഒരുപാട് കാലമായി ഇതന്നെ ഈ ഒരു വെള്ളം തന്നെ കുടിക്കുക. നമ്മൾ സാധാരണ വെള്ളം കുടിക്കുന്നതും നമ്മൾ ഇതിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും രണ്ടും തന്നെയാണ്. പണ്ടുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, പറമ്പിലും തൊടിയിലും ഒക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ രാമച്ചം ഉണ്ടാകും, അതുപോലെ പല ഔഷധങ്ങളും ഉണ്ടാകും. അപ്പോൾ ഈ മഴക്കാല സമയമായി കഴിഞ്ഞാൽ ഇതിൻ്റെ വേരിൽ നിന്ന് വെള്ളം ഇറങ്ങി കിണറുകളിൽ, അപ്പോൾ പറമ്പുകളിലൊക്കെയാണല്ലോ കിണറുണ്ടാവുക, അപ്പോൾ അതിലേക്ക് വെള്ളം ഇറങ്ങി അപ്പോൾ ആ വെള്ളത്തിന് ഭയങ്കര രുചിയാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നെ ഈ ആയുർവേദത്തിലൊക്കെ പറയുകയാണെങ്കിൽ അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാൻ പറ്റും. അതായത് ഇതിൻ്റെ വേര് ഈ കിടക്കകൾ, വിരികൾ, ചെരുപ്പുകൾ, വിശറി, പിന്നെ ഈ ഒരു സ്ക്രബ്ബർ ഇല്ലേ നമുക്ക് ശരീരത്തിൽ നമ്മൾ കുളിക്കുമ്പോൾ ഒക്കെ ഉപയോഗിക്കുന്ന സ്ക്രബ്ബർ, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഇറങ്ങുന്നുണ്ട്. പെർഫ്യൂംസിൽ, ക്രീമിൽ, സോപ്പിൽ ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ആ സ്മെല്ല് കാരണം അത്രയും ഗംഭീരമായിട്ടുള്ള മണമാണ്. അപ്പോൾ അത് കാരണം ഇങ്ങനെയുള്ള വസ്തുക്കളിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇത് കൂടുതലായിട്ട് കൃഷിയൊക്കെ ആയിട്ട് ശരിക്കും നമുക്ക് ചെയ്യാം കേട്ടോ. ശരിക്കൊരു വരുമാന മാർഗം തന്നെയാണ്. നമ്മൾ പിന്നെ കുഴിച്ചിടുമ്പം അത്യാവശ്യം നല്ല വെയിലും പിന്നെ അത്യാവശ്യം മഴയും കിട്ടുന്നൊരു സ്ഥലത്ത് കുഴിച്ചിടാൻ നോക്കുക. ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 2 മീറ്ററോളം ഉയരമുണ്ട് ഈ പുല്ലിന് ഏകദേശം. വേറൊരു പ്രത്യേകതരം ഓയിൽ ഇതിനുണ്ട്. ഇപ്പം നമ്മൾ ആയുർവേദ കടകളിൽ അന്വേഷിച്ചാൽ അറിയാം, ഈ ഓയിൽ നമ്മൾ ഇതിൻ്റെ വേര് പിഴിഞ്ഞിട്ടുള്ള ഓയിലാണ്. അപ്പോൾ അത് വളരെയധികം നല്ലതാണ്. ചില ശരീരങ്ങളിലൊക്കെ സ്മെല്ല് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ സ്മെല്ല് ശരിക്കും ഈ ഒരു ഓയിൽ തേച്ച് കുളിച്ചാൽ പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല, അത്രയും പ്യുവറാണ്. അപ്പം അങ്ങനെ അതൊരു സാധനം ആയത് കാരണം നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. അപ്പം പുറത്ത്, അതായത് ഇപ്പം ഉള്ളിലേക്കൊന്നുമല്ലല്ലോ നമ്മൾ കഴിക്കുന്നത്, പുറത്തൊക്കെ ശരിക്കും നമ്മൾ മേലൊക്കെ ശരിക്കും ഇത് തേച്ച് കുളിക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലാണ് ഉണ്ടാവുക. അപ്പം അങ്ങനത്തെ ശരീര സംബന്ധമായിട്ടുണ്ടെങ്കിൽ സ്കിന്നിനുള്ള പല രോഗങ്ങൾക്കും വളരെയധികം നല്ലതാണ് ഈ ഒരു ഓയിൽ ഉപയോഗിക്കുന്നത്.
ഏകദേശം 18 മാസം വേണമല്ലോ ഇതിൻ്റെ പൂർണ്ണ വളർച്ച. അതായത് വേരുകളൊക്കെ കൂടുതലായിട്ട് വരാൻ അത്രയും സമയം എടുക്കും. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈം നമുക്ക് നട്ട് പിടിപ്പിക്കാൻ ഏറ്റവും നല്ല സമയം ജൂൺ ജൂലൈ മാസങ്ങളിലാണ്. നല്ല മഴ കിട്ടുന്ന സമയമാണല്ലോ. അപ്പോൾ അത്യാവശ്യം വെയിലുള്ളൊരു പ്രദേശത്താണ് നമ്മൾ നടുന്നത് വെച്ചാൽ നല്ലോണം അത് പിടിച്ചു കിട്ടും. അതുപോലെ തന്നെ ചൂട് കൂടിയ പ്രദേശങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് നന്നായിട്ട്. ഇപ്പോൾ കൃഷിയൊക്കെ ചെയ്യാൻ നല്ല ഇഷ്ടമുള്ളവരാണെങ്കിൽ നല്ല ചൂടുള്ള പ്രദേശങ്ങളിലായിരിക്കണം. പിന്നെ വേറൊരു പ്രത്യേകത, ഏത് മണ്ണിലും ഇത് നടാട്ടോ. ഇന്ന മണ്ണ് ഒന്നും വേണമെന്നൊന്നുമില്ല. പിന്നെ നമുക്കിത് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാം. അതായത് അടിയത്തെ വേര് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ട് നന്നായിട്ട് കഴുകി വളരെ വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഉണക്കി നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം. ശരിക്കും ഇതിൻ്റെ മണവും അതുപോലെ തന്നെ ഇതിൻ്റെ ഔഷധ ഗുണവും രണ്ടും കൂടിയതിനെ കൊണ്ട് ഈ രാമച്ച ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഈ വിദേശത്തൊക്കെ വളരെയധികം ആൾക്കാർക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കാരണം ഇത് ശരിക്കും ഒരു ബിസിനസ് ആക്കണമെങ്കിൽ ശരിക്കും നമുക്ക് അതിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷം ഞാനിങ്ങനെ കളക്ട് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ഗ്രോ ബാഗിൽ ആക്കി വെച്ച് ഒരു മുരട് ഇതുപോലെ കിട്ടിയതാണ്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയതാണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് വലിയ അടി മുരടൊന്നും വേണ്ട, ചെറിയൊരു കഷ്ണം മാത്രം നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. അതെടുത്തിട്ട് ജസ്റ്റ് മണലിൽ മാത്രം കുത്തിയിട്ടിട്ട് വളർത്തിയാൽ വളരെയധികം ഗുണമാണ്. നമുക്ക് ശരിക്കും നമ്മളെ ആരോഗ്യമല്ല നമ്മൾ നോക്കേണ്ടത്, നമുക്ക് ശരിക്കും അടുത്ത ജനറേഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കാനുള്ളൊരു വളരെ നല്ലൊരു ഇൻഫർമേഷൻ തന്നെയാണിത്. മായ ഇല്ലാതെ തന്നെ നമുക്ക് പ്രകൃതി നമുക്ക് പല കാര്യങ്ങളും നമുക്ക് തരുന്നുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും നോക്കാതെ നമ്മൾ പലപ്പോഴും വലിയ വില കൊടുത്തിട്ട് കൃത്രിമമായിട്ടുള്ള കൂട്ടുകളൊക്കെ അതിൻ്റെ പുറകെയൊക്കെ പോകണം. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെ വീട്ടിൽ എന്തായാലും നമ്മൾ ചെയ്യണം തന്നെയാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഒരു ഗ്രോ ബാഗിൽ മണ്ണ് ഏത് മണ്ണായിക്കോട്ടെ, ഗാർഡൻ സോയിൽ ആയാലും അതും മതി. ഇങ്ങനെ ചെറിയൊരു കഷ്ണം മതി, വലിയ പുല്ല് വേണമെന്നൊന്നുമില്ല, ചെറിയൊരു മുരട്. ബാക്കിയുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് ഇതാക്കുക. അത് അങ്ങനെ നിന്നോളും. പുറത്ത് മഴയത്ത് തന്നെ വെച്ചാൽ മതി, പെട്ടെന്ന് പിടിച്ചോളൂ കേട്ടോ. അപ്പം ഒരു നുള്ളു വെള്ളം ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് മഴക്കാലമാകുമ്പം പെട്ടെന്ന് അത് പിടിക്കാനും പെട്ടെന്ന് പുല്ല് വളരാനും ഒക്കെ വളരെ ഈസിയാണ്. പിന്നെ നമുക്ക് വേഗം പെട്ടെന്ന് ഡീമോൾഡ് ചെയ്ത് എടുക്കുകയും ചെയ്യാം ഈ ഗ്രോ ബാഗിലൊക്കെ ആകുമ്പോൾ. മറ്റേത് നമ്മൾ തൊടിയിലാകുമ്പം കുറച്ചും കൂടിയും ശക്തിയായിട്ട് നമ്മൾ നല്ല കൈക്കോട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ മുരട് ഇതുപോലെ നേരത്തെ കാണിച്ച പോലെ ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് പെട്ടെന്ന് സ്ത്രീകൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി സംഭവമാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയെങ്കിൽ, നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് എന്തൊക്കെ വേറെ കുറേ ഗുണങ്ങളൊക്കെ ഒരുപാടുണ്ട്, അപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയെങ്കിൽ നിങ്ങൾ എന്തായാലും എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് വാച്ചിങ് മൈ ചാനൽ. ബൈ ആൻഡ് ടേക്ക് കെയർ.